പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. നിങ്ങളുടെ ഘടകകക്ഷിയായ CPI അറിഞ്ഞിട്ടില്ല. നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. അല്ലല്ല, താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകളിൽ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു, അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ കിട്ടിയ മുതലും പലിശ ചേർത്ത് അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്റർ. ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ S ജയശങ്കറെയോ മോദിയെ നിങ്ങൾ താലിബാനി എന്ന് വിളിക്കില്ല. നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് ഞങ്ങൾ ചാപ്പയടിക്കും. ആ കാലം കഴിഞ്ഞു. ഇസ്ലാമോഫോബിയ വിളമ്പി ചാപ്പയടിച്ചുള്ള കാലം കഴിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. ഇയാളെ പോലെ ചർച്ചയിൽ നിങ്ങൾക്ക് എന്താ മടി? ഇയാളെ പോലെ ഇസ്ലാം ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ പുറത്താക്കുന്നേ. അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി എല്ലാവരും പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അത് പറയൂ. ചാപ്പയടി നമ്മൾ ഈ നാണം കേട്ടല്ലേ. പാർട്ടി സെക്രട്ടറി MAV സഖാവ് പറഞ്ഞത് എന്താണ്? എനിക്കറിയില്ല. ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു, കേട്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എന്ത് ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, നടപ്പാക്കുകയില്ല. ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടത്? അനിൽകുമാർ, നിങ്ങൾ ഈ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? ആരോട് ചർച്ച ചെയ്യാനാണ്? നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ CPI മന്ത്രിമാരെ വീട്ടിൽ നിർത്തിയില്ലേ? പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച? നിങ്ങൾ RSSന്റെ അടുത്ത് ചർച്ചയ്ക്ക് തല മുണ്ടിട്ട് പോയി. അല്ല, ഈ ഒപ്പിടാൻ പോയത് പിന്നെ ആരോട് പറഞ്ഞിട്ടാണ്? നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ അപഹാസ്യനാക്കില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ഇരുട്ട് നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പയടിക്കുന്നു. ഇതിന് ചെവി കേട്ടൂടെ പൊട്ടനാ? RSSന്റെ അടുത്ത് തലയെ മുണ്ടിട്ട് പോയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഞങ്ങൾ ആരുമല്ല. ഈ ഒപ്പിടാൻ പോയതാരാണ്? ഈ MOU-ൽ ഒപ്പിടാൻ പോയതാരാണ്? ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞോ? അത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിഞ്ഞോ ഒപ്പിട്ടത്? 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു പിണറായി വിജയൻ. 16-ാം തീയതി ഒപ്പിട്ടത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ്? അത് അറിയാനുള്ള ബാധ്യതയുണ്ട്. ജമാഅത്തുകാർ RS-മായി ചർച്ച ചെയ്തെങ്കിൽ അവരോട് ചോദിക്കൂ. ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. വോട്ട് ചെയ്ത അധികാരത്തിലേറിയ ജനങ്ങളോട് മറുപടി പറയണം. 10-ാം തീയതി മോദിയെയും അമിത്ഷായും കാണാൻ പോകുന്നു, 16-ാം തീയതി ഒപ്പിടുന്നു. നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് എന്തിനാണ്? അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയാണ് RSS-മായി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വെളിപ്പെടുത്തിയിട്ടില്ല. അത് അവരോട് പോയി ചോദിക്കേ. നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങൾ ഈ നാടിന്റെ വിദ്യാഭ്യാസത്തെ വിഷം കലക്കി കാവ്യവൽക്കരിക്കാനുള്ള ഒരു ആധാരത്തിന് കീഴിൽ ഒപ്പിട്ടത്, തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത്, നിങ്ങൾ ജനറൽ സെക്രട്ടറി ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടത് എന്തിനാണ്? ആരോട് പറഞ്ഞിട്ട്? ഒന്ന്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാതിരിക്കാനുള്ള യുദ്ധത്തിനകത്ത് ഞങ്ങൾ വിജയിച്ചവരാണ് സർവകലാശാലകളിൽ. ആ യുദ്ധം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയും. ഇവിടുത്തെ RSS-ന് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ചെയ്തത്. ഞങ്ങൾക്ക് നല്ല വെളിവുണ്ട് അക്കാര്യത്തിൽ. ഞങ്ങൾ യുദ്ധം നടത്തിയപ്പോഴെല്ലാം ഗവർണർ കൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യുദ്ധം ചെയ്ത് PM ഉഷ പദ്ധതി ഒപ്പിട്ടു, അത് നടപ്പാക്കി കഴിഞ്ഞു. ആ യുദ്ധത്തിൽ പ്രതിപക്ഷമാരോടൊപ്പം നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒളിച്ചൊപ്പിട്ട് കളയാമെന്നാണ് VR അനൂപ്. അങ്ങനെയാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.